അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മിനിമം 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വളരെ ഈസിയറാണ്. ലൈക്ക് 20 മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. മിനിമം 10ാം ക്ലാസ് മതി ഇതിന് അപേക്ഷിക്കാനായിട്ട്. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും. തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇതിൻ്റെ കൺസേൺ സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തൊക്കെ ഇതിൽ വെച്ചയക്കണം, മൊത്തം ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ താല്പര്യമുണ്ട്. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എന്താണ് ജോബ്, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മൊത്തം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കുക. പിന്നീട് ഈ വീഡിയോ എവിടെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരികയാണെങ്കിൽ, സെലക്ഷന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലഭിക്കും. അതുകൂടാതെ സെലക്ഷൻ്റെ കാര്യങ്ങളും ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ട പരീക്ഷയ്ക്ക് എങ്ങനെ പോകണം, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പ് എയർഫോഴ്സിൻ്റെ എക്സ്, വൈ, അതുപോലെ തന്നെ ഓപ്പൺ റാലി, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഇതിന് വേണ്ട എല്ലാവിധ സ്റ്റഡി ഗൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ നോൺ കോമ്പാക്റ്റിൻ്റെ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ്സാണ് യോഗ്യത. നമ്മുടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. 4 വർഷത്തെ ജോബാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അഗ്നിവീർ എന്താണെന്ന് അറിയാവുന്നതാണ്. 4 വർഷത്തേക്ക് നിങ്ങളെ സേനയിലേക്ക് ഭാഗമാക്കുന്ന ഒരു പദ്ധതിയാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓഫ്ലൈൻ അപേക്ഷയാണ്. അപ്പോൾ ഇതിന് മുൻപും ഇതിൻ്റെ അപേക്ഷ വന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അപേക്ഷിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കി അപേക്ഷിച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. പലർക്കും സെലക്ഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് കമൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 സെപ്റ്റംബർ 2025 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. തിരുവനന്തപുരത്തേക്കല്ല നമ്മൾ ഓഫ്ലൈനായിട്ട് അയക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ തിരുവനന്തപുരത്താണെങ്കിൽ വേഗം എത്തും. ഒരു 3-4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് അയച്ചാലും എത്താനുള്ള സാധ്യത കൂടുതലാണ്. 3-4 ദിവസം, അതിൽ കൂടുതൽ പഠിക്കില്ല. അപ്പോൾ ഇനി സമയമുണ്ട്. ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുക, എന്താണ് ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 01/2026 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പിന്നെയും പറയുകയാണ്. ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 1 സെപ്റ്റംബർ 2025 ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീവ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1 സെപ്റ്റംബർ 2025 അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് അവിടെ റിസീവ് ആവണം. അതായത് ഈ ഡേറ്റിൽ അവിടെ ഈ സാധനം ഉണ്ടാവണം. നിങ്ങളുടെ അപേക്ഷ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നീട് വൈകി എത്തുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. വേഗം തന്നെ അപേക്ഷിക്കണം. അപ്പം ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കാം. മിനിമം 10ാം ക്ലാസ് ആണ് കേട്ടോ യോഗ്യത. ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1 ജനുവരി 2005 അതുപോലെ തന്നെ 1 ജൂലൈ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പർ ഏജ് ലിമിറ്റ് 21 വയസ്സാണ്. അൺമേരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അൺമേരിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കേണ്ട യോഗ്യത 10ാം ക്ലാസ് മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിനിമം 10ാം ക്ലാസ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ 152 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ 5 സെൻറ്റിമീറ്റർ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. അത് ഹൈറ്റിനും ഏജിനും പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട്, നേരെ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഹൈറ്റ് ഒരു 160 സെൻറ്റിമീറ്ററോ എന്താണ് നിങ്ങളുടെ ഹൈറ്റ് അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇവിടെ 152 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ 152 സെൻറ്റിമീറ്റർ നിങ്ങളുടെ ഹൈറ്റ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഏജ് ഇപ്പോൾ ചിലപ്പോൾ ഒരു 20 വയസ്സാണെന്നും കൂടി കരുതുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രപ്പോർഷനേറ്റ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഗൂഗിളിൻ്റെ അടുത്ത് ചോദിക്കുക. എൻ്റെ ഹൈറ്റ് ഇത്രയാണ്, എൻ്റെ ഏജ് ഇത്രയാണ്. സോ എനിക്ക് എത്ര വരെ എയർഫോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് വെയിറ്റ് ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ആനുപാതികമായിട്ട് കാണിക്കുക. അതിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. വല്ലാതെ ഒരു ഡിഫറൻസ് വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ സംശയം മാറിക്കാണുമെന്ന് കരുതുന്നു. ഇത് ഓരോരുത്തരുടെ ഹൈറ്റും വെയിറ്റും പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആകും. അതുകൊണ്ടാണ് ഒരു ഈസിയർ മെത്തേഡ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സർജറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ സർജറികളൊന്നും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഹിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം, ഡെൻ്റൽ പോയിൻറ്റ്സ് ഒക്കെ ഓക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ജോബ് നേച്ചർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് സബ്മിറ്റഡ് ബൈ നോർമൽ പോസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ വഴി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെയ്യരുതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക,
നിങ്ങൾ അപേക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ അപേക്ഷിക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് എന്ത് ചെയ്യരുത്, സബ്മിറ്റ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് ഇൻ ടോട്ടൽ. അതായത് നിങ്ങൾ 2-3 അപേക്ഷ ഒരുമിച്ച് അയച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, അതുപോലെ ഹൗസ് കീപ്പിംഗ് 2 പോസ്റ്റുകളുണ്ട് 10ാം ക്ലാസ് ബേസിൽ അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 പോസ്റ്റിന് 2 തിരുവനന്തപുരത്ത് 2 സ്ഥലത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 പോസ്റ്റിന് അങ്ങ് അപേക്ഷിക്കുകയാണ്. 2 പോസ്റ്റിന് മൾട്ടിപ്പിൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടവർ അവരെന്ത് ചെയ്യും, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ അങ്ങ് റിജക്റ്റ് ചെയ്ത് കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്ത് കാണാൻ സാധിക്കും. ഈ ഒരു അഡ്രസ്സിലേക്കാണ് 2 അഡ്രസ്സായിട്ട് നിങ്ങൾ വെക്കേണ്ടത്. ഡ്രോപ്പ് ബോക്സ് അഡ്രസ്സും ഉണ്ട്. 2 ഒന്ന് തന്നെയായിരിക്കും ഏകദേശം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഏകദേശം ഒന്ന് തന്നെയാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങളിപ്പോൾ കോഴിക്കോട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ 2 അഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യണം, ഇത് 2 അഡ്രസ്സ് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് കത്ത് അയക്കണം, അതായത് ഈ ഒരു അപേക്ഷ അയക്കണം. അപ്പോൾ ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങൾ എഴുതും. ഇത് 2 അഡ്രസ്സാക്കി വെച്ച് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ വെക്കുകയാണ് ചെയ്യുക. അതേ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ബോക്സ് ആണ് നിങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ ആകും. ഇപ്പോൾ തിരുവനന്തപുരത്തിലേക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നേരിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട പെട്ടെന്ന് അപേക്ഷ അവിടെ കിട്ടുമല്ലോ. അപ്പോൾ അയക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ കൊണ്ടുപോയിടുന്ന സ്ഥലം ഒരേ സ്ഥലമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആക്കേണ്ട വിചാരിച്ച് കൂടുതൽ പറയാതെ. ഡ്രോപ്പ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈ കൊണ്ടുപോയി കൊടുക്കുന്ന ഏകദേശം ഒരു ശൈലി എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് പറയുന്നത്. അവിടെ ഒരു പോസ്റ്റൽ ഇതുണ്ടാവും, ഒരു ബോക്സ് ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി ഇടുന്നത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഡ്രോപ്പ് ബോക്സ് അവിടെ കൊണ്ടുപോയി ഇടുക. പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ അഡ്രസ്സ് വഴിയും അയക്കാം. 2 ഒന്ന് തന്നെയാണ്, അവിടത്തേക്കാണല്ലോ അയക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതേ ഉള്ളൂ. പോസ്റ്റൽ അഡ്രസ്സ് അയച്ചാൽ മതി. ദൂരെയുള്ളവരാണെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സ് അയക്കാം. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ ആ ഒരു പോസ്റ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അവിടെ നേരിട്ട് കൊണ്ടുപോയി ഇടാം. അല്ലെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അയക്കാം. സമയമുണ്ടെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സ് അയക്കുന്നത് നല്ലത്. ഇനിയും കുറച്ച് സമയങ്ങളുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ. അത്യാവശ്യം സമയമുണ്ട്, കുറച്ചല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് അപേക്ഷിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, തിരുവനന്തപുരത്തുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം 2 വേക്കൻസി വന്നത് കാണാൻ സാധിക്കും. 2 സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ കാണാൻ സാധിക്കുക. എയർഫോഴ്സ് സ്റ്റേഷൻ, ഈ ഫസ്റ്റ് വന്ന ഇവിടെ കാണാൻ സാധിക്കുക രാജാ ഗേറ്റ്, അത് നമ്മുടെ നിയർ ശംഖുമുഖം ബീച്ചിൻ്റെ അടുത്തുള്ള അവിടെ ഒന്ന് വന്നിട്ടുണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ കമാൻഡറിൻ്റെ അടുത്തേക്കാണ് എയർഫോഴ്സ് സ്റ്റേഷൻ, അവിടത്തേക്ക് വന്നതാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാണാൻ സാധിക്കും കമാൻഡിംഗ് ഓഫീസർ ഹെഡ്ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അത് മറ്റൊരു യൂണിറ്റിലെ 2 സ്ഥലത്തേക്ക് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ 2 ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, അതുപോലെ ഹൗസ് കീപ്പിങ്ങും 2 പോസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പറയും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുക, ഒരു എൻവലപ്പ് വാങ്ങുക. അതായത് കത്തൊക്കെ അയക്കുന്ന ഒരു കവർ ഉണ്ടല്ലോ, ആ കവർ വാങ്ങുക. ആ കവർ വാങ്ങിയിട്ട് ഞാൻ അത് മുമ്പോട്ട് പറയാം, അപേക്ഷിക്കുന്നവർ മുമ്പോട്ട് പറയാം. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ 2 അഡ്രസ്സായിട്ട് വെക്കണം. ഇത് ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യം. ഇത് 2 അഡ്രസ്സ് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. അത് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ഞാൻ പറയുന്നത്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സർക്കിൾ ചെയ്ത് പോയിന്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ കിട്ടുമല്ലോ. എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് അപേക്ഷിക്കാം. പക്ഷേ ടൈം എടുക്കും അങ്ങോട്ടേക്ക് അപേക്ഷ പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു അറ്റാച്ച് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ ആൻഡ് ക്ലാസ് 10th പാസിംഗ് സർട്ടിഫിക്കറ്റ്. ഇത് കേരള ബോർഡിൻ്റെ കീഴിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൽ തന്നെയാണ് മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അത് നിങ്ങൾ കോപ്പി എടുത്തിട്ട് കൊടുത്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് എന്ത് ചെയ്യുക, അത് നിങ്ങൾ അതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് കളർ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അയക്കണം എന്നുള്ള കാര്യം അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, അയക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അത് നോട്ട് ഓൾഡർ ദാൻ 6 months ആണ്, ആസ് ഓൺ ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ആപ്ലിക്കേഷൻ. അതായത് 1 September 2025 അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുറകോട്ടേക്ക് 6 മാസത്തിൽ പഴക്കമില്ലാത്തൊരു ഫോട്ടോ ആയിരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയുന്ന കാര്യം, അതായത് ഇപ്പോൾ ഈ ഒരു ടൈം വെച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഇതിനു മുമ്പ് 6 മാസം ബാക്കോട്ടേക്കുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്കുള്ള എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാൻ പാടില്ല. ലാസ്റ്റ് 6 months, നോട്ട് ഓൾഡർ ദൻ 6 മാസത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവരുത് ഫോട്ടോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഈസ് ടു ബി ടേക്കൻ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിങ് എ ബ്ലാക്ക് സ്ലൈറ്റ്. നിങ്ങളൊരു ബ്ലാക്ക് സ്ലൈറ്റ് പിടിക്കുക. അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചെസ്റ്റ്, നെഞ്ചിൻ്റെ മുൻപായിട്ടൊരു സ്ലൈറ്റ് പിടിച്ചിട്ട് വിത്ത് ഈസ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൻ. അതായത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും എഴുതിയിട്ടുള്ള ഒരു സ്ലൈറ്റ് പിടിച്ചിട്ടുള്ള ഫോട്ടോ. അത് നിങ്ങളുടെ എന്ത് ചെയ്യുക, ചെസ്റ്റിൻ്റെ മുമ്പായിട്ട് നിങ്ങളത് പിടിച്ചിട്ട്, ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിളിനാണ് കേട്ടോ, ഒരു വ്യക്തി സ്ലൈറ്റ് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ആദ്യം എഴുതാൻ പറ്റുള്ള നെയിം, ഇവിടെ നെയിം എഴുതുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് എഴുതാൻ പറയുന്നു. എഴുതിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ ഫോട്ടോ വേണം എടുത്തിട്ട് അയക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പറയുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇത് നിങ്ങളിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും.
ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് വേണ്ടി അയക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇതേ ഫോട്ടോഗ്രാഫ് ഇല്ല, അത് പിന്നീട് ആവശ്യം വരും. അപ്പോൾ 2 കോപ്പി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രത്യേകം ഒന്ന് മാറ്റി വെക്കുക. 2 3 എത്ര 4 ഒക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ പ്രത്യേകം നിങ്ങളൊന്ന് മാറ്റി വെക്കുക. ബാക്കിയുള്ളതൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, പിന്നീട് യൂസ് ആവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ബൈ പാരൻറ്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ഈസ് റിക്വയർഡ് ഫോർ ദി കാൻഡിഡേറ്റ് ബിലോ. 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി ഇതിൻ്റെ കൂടെ അയക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒപ്പിട്ടാൽ മതി. കൺസെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഒപ്പ് തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ താഴെയുള്ളവരാണ് എന്ത് ചെയ്യണം, അവരുടെ പേരൻസ് ആണ് ഒപ്പിടേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടെ കിടക്കാം. ഇതൊക്കെ എന്താണെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള, അതായത് സമ്മതപത്രമാണ്, ഇങ്ങനെ സമ്മതിക്കുകയാണ് പേരൻസ് എഴുതുകയാണ് എൻ്റെ മകൻ എന്ത് ചെയ്യുന്നു എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ജോബ് നേച്ചറും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്താണ് ഈ പോസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആനുവൽ ലീവ് ഇതൊക്കെ നമ്മളെ ഫാക്ടറാണ് കേട്ടോ. അപേക്ഷിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഫാക്ടറാണിത്. ഒരു വർഷം 30 ദിവസമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലീവ് കിട്ടുക. ആകെ നമുക്ക് 4 വർഷമാണ് ഇതിൽ സർവീസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൽ ഒരു വർഷം 30 ദിവസം, അതായത് ഒരു മാസം നമുക്ക് 1 മന്ത് എന്ത് ചെയ്യും, നമുക്ക് ലീവ് കിട്ടും. അപ്പോൾ 4 വർഷമാകുന്ന സമയത്ത് ഏകദേശം നമുക്ക് എത്ര മാസം കിട്ടും, 4 മാസമായിരിക്കും ലീവ് ഉണ്ടാകുക. 4 വർഷത്തിൽ 4 മാസം, ഒരു വർഷം 1 മാസം വെച്ചിട്ട് നമുക്ക് ഏകദേശം ചില മാസം 31 ഉണ്ടാകും. എന്തായാലും ഒരു മാസമാണ് അപ്രോക്സിമേറ്റ്, ഏകദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അങ്ങനെ കിട്ടും. പിന്നെ സിക്ക് ലീവ്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷന് സിക്ക് ലീവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് തരുന്നതായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോർമലി മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അഗ്നിവീറാണ്. ആദ്യ വർഷം നിങ്ങൾക്ക് 30,000 ഉണ്ടെങ്കിലും 21,000 മാത്രമേ കയ്യിൽ ലഭിക്കത്തുള്ളൂ. 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും. അപ്പോൾ ഇൻ ഹാൻഡിൽ നിങ്ങൾക്ക് ഒരു വർഷം എത്ര കിട്ടും എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കൊടുത്തത് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ടോട്ടൽ സാലറി ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു വർഷം എത്ര കിട്ടും എന്നുള്ളത്. അതായത് ഒരു വർഷം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെയാണല്ലോ അഗ്നിവീർ സ്കീം ഉള്ളത്. അപ്പോൾ ആ ഫോർത്ത് ഇയർ വരെ നിങ്ങൾക്ക് എത്ര വരെ കിട്ടും എന്നുള്ളത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അഗ്നിവീർ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചൊരു എമൗണ്ടും ബാക്കിയുള്ള ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന എമൗണ്ടൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ പറയാനുള്ളതാണ് സ്കിൽ സർട്ടിഫിക്കറ്റ്. അഗ്നിവീറിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇത് കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി ദി ആധാർ കാർഡ്, അതായത് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ആധാർ കാർഡ് എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാരി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഇത് നിങ്ങൾ അയക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എക്സാമിനേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണിത്. സോ ഈ ഒരു PDF ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് തരും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നോർമലി അറിയുന്നതാണ്. എക്സാമിന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് തരുന്നതായിരിക്കും. അതിൽ എവിടെയാണ് പരീക്ഷ നടക്കുക, നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് അപേക്ഷിച്ച് അവിടെ തന്നെയായിരിക്കും അധികം നടക്കാൻ സാധ്യത, അവിടെ തന്നെയായിരിക്കും. അപ്പോൾ എവിടെ നടക്കും, ഏതാ ലൊക്കേഷൻ, എപ്പോൾ വരണം, കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആധാർ കാർഡ് ക്യാരി ചെയ്യണമെന്ന് പറയുന്നുണ്ട് ആ ഒരു ടെസ്റ്റിന് പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഒക്കെ ഇല്ലേ നമ്മൾ, അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ടിട്ടോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്, അതും അല്ലെങ്കിൽ മുനിസിപ്പൽ, അതായത് പ്രിൻസിപ്പാൾ ഓഫ് സ്കൂൾ. അത് ഈ സ്റ്റഡി ഡ്യൂറിങ് ലാസ്റ്റ് 1 ഇയറിൻ്റെ ഓൺലിയാണ്. ലാസ്റ്റ് 1 ഇയറിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാം. അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ ഓഫ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി, അതായത് 6 മാസം ഓൾഡർ ആയിട്ടുള്ള, നോട്ട് ഓൾഡർ ദൻ 6 മാസം. നേരത്തെ ഫോട്ടോൻ്റെ കാര്യം തന്നെ 6 മന്തിൽ കൂടുതൽ ആയിട്ടുള്ള സംഭവം പറ്റില്ല, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് സ്കൂളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസറ്റ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്നോ, നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് ഒറിജിനൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അപേക്ഷിക്കുമ്പോൾ ഒറിജിനൽ വെക്കണ്ട കേട്ടോ, എക്സാമിന് പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ആകുകയാണെങ്കിൽ പിന്നീട് ഈ വീഡിയോ തപ്പിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഓരോ ദിവസം ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കുന്ന വീഡിയോ ഒരു വാട്സപ്പ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ചാറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സേവ് ചെയ്ത് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് സമയം എടുത്ത് കാണാൻ പറ്റും. ഞാനിത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്. അന്നേരം നിങ്ങൾക്കത് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒറിജിനൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. ഇത് രണ്ടും കേരളത്തിലുള്ള പിള്ളേർക്ക് ഒന്നാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇതാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. A+, B+ എന്ന് പറയുന്ന സംഭവം ഇല്ലേ,
ആ സംഭവം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് തന്നെ കൊണ്ടുപോയി, ചിലവർക്ക് അത് രണ്ടായിട്ട് കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കൊണ്ടുപോകുക. ഇഫ് എനി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റിട്ടൺ ടെസ്റ്റിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റിട്ടൺ ടെസ്റ്റ് 2 സബ്ജക്റ്റ് നിങ്ങൾക്ക്, ജനറൽ ഇംഗ്ലീഷും അതുപോലെ ജനറൽ നോളജും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10 മാർക്കിൻ്റെ 10ാം ക്ലാസ് സ്റ്റാൻഡേർഡിലാണ് വരിക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 10 മാർക്കിൻ്റെ 20 മാർക്കിൻ്റെ എക്സാമാണ്. വളരെ ബേസ് എക്സാം ആയിരിക്കും കേട്ടോ. സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുന്ന രീതി. അത് ജസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമും കാര്യങ്ങളൊക്കെ. അതുപോലെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഇതിന് മുമ്പ് വന്നിട്ടുള്ള എയർഫോഴ്സ് എക്സാം ആവട്ടെ, വൈ ആവട്ടെ, അതുപോലെ തന്നെ ഓപ്പൺ റാലി ആവട്ടെ, എല്ലാത്തിൻ്റെയും PDF നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് MAൻ്റെ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം എന്ത് ചെയ്യും, നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 സബ്ജക്റ്റേ ഉള്ളൂ. അതായത് ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും. ഇംഗ്ലീഷും GK മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിൽ ഇംഗ്ലീഷിൽ 10 മാർക്ക്, അതുപോലെ തന്നെ GKയിൽ 10 മാർക്ക്. ഇതിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജോബിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് വരുന്നത്. മുമ്പോട്ട് ഞാൻ പറയാം. എക്സാം ഇത്രയേ ഉള്ളൂ. 20 മാർക്കിൻ്റെ ഈ 2 സെക്ഷനിലുള്ള എക്സാം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ DBAR ചെയ്യും. പിന്നീട് അപേക്ഷിക്കാൻ പറ്റാത്ത പോലെ DBAR ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അത് എക്സാമിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും കോപ്പിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ DBAR ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ക്യാരി ചെയ്യാതിരിക്കാം. പിന്നെ സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് സൈറ്റിലുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ സൈറ്റിൽ ജസ്റ്റ് അത് ഞാനിവിടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1600 മീറ്റർ ഓട്ടാണ് വരുന്നത്. അതായത് 1.6 കിലോമീറ്റർ റണ്ണ് 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ 10 പുഷപ്പ് ഉണ്ട്. ഈ പുഷപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് എയർഫോഴ്സിൻ്റെ സൈറ്റിലുള്ളത്. അത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം, അല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. യൂട്യൂബിലൊക്കെ പുഷപ്പ് വീഡിയോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് 1 മിനിറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 10 സിറ്റപ്സ് ഉണ്ട്, അത് 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. 20 സ്ക്വാട്സ് ഉണ്ട്, അത് 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബിൻ്റെ എന്ത് ചെയ്യണം, ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി നിങ്ങൾ അവിടെ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതിനെന്ത് ചെയ്യും, ആ സംഭവം നിങ്ങൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫേസ് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. ഇത് സ്ട്രീം സൂട്ടബിലിറ്റി ടെസ്റ്റ് ഷാൽ ബി ക്വാളിഫൈ ഇൻ നേച്ചർ. നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്ക് കാര്യങ്ങൾ വേറൊന്നും പറയുന്നില്ല. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്കോർ മിനിമം 50% അഗ്രിഗേറ്റ്, അതായത് 15% മാർക്ക് ടു ക്വാളിഫൈ SST, അതായത് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ടാസ്ക് എന്നുള്ള കാര്യം അറിയണ്ടേ. നിങ്ങൾക്ക് 2 പോസ്റ്റിനേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് സ്ട്രീം സ്യൂട്ടബിലിറ്റി, അതായത് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റിൽ വരുന്നത് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരുന്ന ജോബും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുക്കിംഗ് ഇൻക്ലൂഡ് കട്ടിങ് ഓഫ് മീറ്റ്, അതുപോലെ വെജിറ്റബിൾ, ഫിഷ്, അതുപോലെ അങ്ങനെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഡിഷ് ആൻഡ് പ്രസൻറ്റിങ് ഫുഡ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന കാര്യമാകുമ്പോൾ നിങ്ങൾ സ്വീപ്പിംഗ് ഫ്ലോർസ്, അതുപോലെ തന്നെ റോഡ്, ക്ലീൻ ബാത്റൂംസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, ബാത്റൂം കാര്യങ്ങളൊക്കെ ക്ലീനിങ് ജോബാണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെഡിക്കൽ പാസ്സാണ്, അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത്രയധികം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോമും നമുക്കൊന്ന് നോക്കാം. എങ്ങനെ അപേക്ഷിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമാണിത്. ഇതെങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൽ ടു ബി ഫിൽഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ, വലിയ അക്ഷരത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ടൈപ്പ് റൈറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെന്നുകൊണ്ട് എഴുതി അങ്ങനെയും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ റോൾ നമ്പർ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. റോൾ നമ്പർ നിങ്ങൾക്ക് അറിയില്ല, രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളല്ല ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രീം അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഏത് സ്ട്രീമിനാണ് അപ്ലൈ ചെയ്യുന്നത് അത് എഴുതുക. ഹോസ്പിറ്റാലിറ്റിയോ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഏതാണോ അത് എഴുതുക. നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് അത് വ്യക്തമായിട്ട് ഇവിടെ എഴുതുക. ആധാറിൻ്റെ നമ്പർ എഴുതുക. അതുപോലെ തന്നെ ഇതൊരോന്നൊരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഇവിടെ എഴുതി ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 10ാം ക്ലാസ്സിൻ്റെ അടുത്ത് ഏത് ബോർഡാണ് പഠിച്ചത്, സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ എഴുതുക. +2 ഉണ്ടെങ്കിൽ +2 ഏത് ബോർഡാണ്, അങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുക. പിന്നെ ലാംഗ്വേജസ് യു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്, ഏതൊക്കെ ലാംഗ്വേജ് റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, അതിങ്ങനെ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പം ബാക്കിയുള്ള ഓരോന്ന് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സർട്ടിഫൈ ബൈ ആപ്ലിക്കൻറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ട്രൂത്താണ്, അത് സത്യമൊന്നുമില്ല, എൻ്റെ നോളജിൽ നിന്ന് ഞാൻ കൊടുത്തുള്ള സത്യമാണെന്നുള്ളത് ഇവിടെ ഒപ്പിട്ട് കൊടുക്കുക. ഇവിടെ ഡേറ്റ് എഴുതുക.
അത് എഴുതുന്ന ഡേറ്റ് എഴുതുക. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച്ഡ് എന്ന് പറയുന്ന കാര്യം കണ്ടോ, ടു ബി ഫിൽഡ് ബൈ കാൻഡിഡേറ്റ്. അതായത് നിങ്ങൾ അയക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ കോപ്പി എടുത്ത് അയക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മതി അതിന്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. യെസ് നമ്മളത് കൊടുത്തിട്ടുണ്ട്, യെസ് അത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ യെസ് അത് കൊടുത്തു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നോ, ഉണ്ടെങ്കിൽ എസ്. മനസ്സിലായല്ലോ. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നോട്ട് ഓൾഡർ ദൻ 6 മാസത്തിൽ കുറയാത്ത, അതായത് 6 മാസം പഴക്കമില്ലാത്ത ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അതെന്തായാലും വെക്കണം. ഇത് നമുക്ക് വേണ്ടിക്ക് നോ വെക്കാം, ഇത് നിർബന്ധമല്ല, ഇത് നോ വെക്കാം. പിന്നെ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കും. കൺസെൻറ്റ് ഫ്രം ദി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ബൈ ദി കാൻഡിഡേറ്റ് ഫോർ ദി കാൻഡിഡേറ്റ് എബോവ് 18 വയസ്സിൻ്റെ ഏജിൻ്റെ മുകളിലുള്ളവർ ഇത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലീഗൽ ഗാർഡിയൻ, ഇത് പാരൻസ്, ഇതിൻ്റെ അടിയിലുള്ളത് പാരൻസിൻ്റെതാണ്. ഇത് 18 വയസ്സിൻ്റെ മുകളിലുള്ളവരാണെങ്കിൽ ഈ ഒരു സംഭവം ഫില്ല് ചെയ്യുക. നമുക്ക് നമ്മൾ തന്നെ ഇതിന് പങ്കെടുക്കാൻ തയ്യാറാണ്, സന്നദ്ധരാണ്, ആ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഇത് അവരുടെ പാരൻസ് ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. സൈൻ ഓഫ് കാൻഡിഡേറ്റിൻ്റെ ഒപ്പിടേണ്ട അടുത്ത് കാൻഡിഡേറ്റിന് ഇടണം കേട്ടോ, അത് വേറെ കാര്യമാണ്. ഇവിടെ ഫുള്ള് കാൻഡിഡേറ്റിൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ, കാരണം കാൻഡിഡേറ്റ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ബൈ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട അഡ്മിറ്റ് കാർഡ്, ഇവിടെ അഡ്മിറ്റ് കാർഡ് കണ്ടോ, ഇവിടെ സ്ട്രീം അപ്ലൈ ചെയ്ത് സ്ട്രീമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ആധാർ നെയിം ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക, ആധാറിൻ്റെ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. പിന്നെ ഇവിടെ കണ്ടോ വെന്യൂ, ഡേറ്റ്, കാര്യം, ഇത് നിങ്ങളല്ല എഴുതേണ്ടത്, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. രജിസ്ട്രേഷൻ നമ്പർ, ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ അവർക്കിത് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ റിജക്റ്റ് ചെയ്യും. ഇവിടെ വരെയുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇതൊക്കെ അവർ ഒഫീഷ്യൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അവർ പെട്ടെന്ന് ഇത് ഫില്ല് ചെയ്തിട്ട് അയക്കാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ, ഇവിടെ ഒന്നും ചെയ്യേണ്ട, അതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഒപ്പിടാൻ, ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഇതൊക്കെ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഒപ്പിടാനുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒപ്പിടുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു എൻവിലപ്പ് വാങ്ങുക. ആ എൻവിലപ്പിൽ എന്ത് ചെയ്യുക, അതായത് ഒരു കത്തയക്കുന്ന സംഭവം, ലെറ്റർ പേഡ്, ആ ഒരു സംഭവം, ലെറ്റർ അയക്കുന്ന സാധനം, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ആക്കിയിട്ട് ഒരു കത്തയക്കുന്ന സംഭവം വാങ്ങിയിട്ട്, ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു കത്തയക്കുന്ന സംഭവം വാങ്ങാം. ഇപ്പം നമ്മൾ ഈ എഴുതിയ അപേക്ഷ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, മടക്കി കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. പിന്നെ SSLCൻ്റെ കോപ്പി ഇല്ലേ, അത് നമ്മൾ എടുക്കുക. SSLCൻ്റെ കോപ്പി എടുത്തിട്ട് അതും ഇതിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എടുക്കുക. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിർബന്ധമായിട്ട് ആവശ്യമില്ല കേട്ടോ, അത് എക്സാമിന് പോകുമ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നമ്മൾ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം, വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങൾ മാത്രം നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ സാധനം പ്രോപ്പറായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ 2 അഡ്രസ്സായിട്ട് എന്ത് ചെയ്യുക, നേരത്തെ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് സർക്കിളിലിട്ട് കുറച്ച് ഡോട്ടൊക്കെ ഇട്ടൊരു സ്ഥലം പറഞ്ഞിട്ടില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, 2 അഡ്രസ്സ് അത് വെച്ചിട്ട് ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കത്ത് അയക്കുകയാണ് വേണ്ടത്, അതായത് ഇതിൻ്റെ അപേക്ഷ അയക്കുകയാണ് വേണ്ടത്. സോ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 1 സെപ്റ്റംബറിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെപ്റ്റംബർ 2025 മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ അപേക്ഷ അവിടെ എത്തുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കണം. സോ ഇത്ര മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.